ഹായ് ഓൾസോ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ ജെയ്മീൻസ് 2025 ജാനുവരിയിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നതായിരിക്കും. സോ സ്റ്റാർട്ടിംഗ് വിത്ത് സീക്വൻസസ് ആൻഡ് സീരീസ്. ഓക്കെ, സോ മാത്തമാറ്റിക്സിലെയും ഫിസിക്സിലെയും അതുപോലെ തന്നെ കെമിസ്ട്രിയിലെയും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് 3 പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. നമുക്കിതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, സോ 2022 ജാനുവരി ഷിഫ്റ്റ് 1-ൽ ചോദിച്ചിട്ടുള്ള ഒരു GP GPയിൽ ഒരു ക്വസ്റ്റ്യനാണ്. So A1, A2, A3, B, GP of increasing positive terms. If A1, A5 equal to 28, A2 plus A4 equal to 29 ആണെങ്കിൽ A6 എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇത് ഭയങ്കര സിമ്പിളാണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, കുറച്ച് മാത്തമാറ്റിക്കൽ കുറച്ച് വർക്കൗട്ട് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. സോ A1 ഇൻറ്റു A5 28 ആണ് തന്നിട്ടുണ്ട്. സോ A1 ഞാൻ A എന്ന് വിളിക്കാം, A5 നമുക്കറിയാം AR⁴ എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. ഈസിക്കൽ ടു 28 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതാൻ പറ്റും A² R⁴ ഈക്വൽ ടു 28. അതായത് AR² ഈക്വൽ ടു √28 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തറിയാവുന്ന A2 പ്ലസ് A4 ഈക്വൽ 29 ആണ്. സോ A2 പ്ലസ് A2 എന്ന് വെച്ചാൽ AR ആണ്, A4 എന്ന് വെച്ചാൽ AR³ ആണ്, ഈസ് ഈക്വൽ ടു 29 ആണെന്ന് അറിയാം. എന്ന് വെച്ചാൽ AR കോമൺ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് R² എന്ന് കിട്ടും. ഇത് 29 ആണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ AR ഇൻറ്റു 1 പ്ലസ് AR² ഡിവൈഡഡ് ബൈ AR² ഇസിക്കൽ എന്താ വരിക? 29 ഡിവൈഡഡ് ബൈ √28. ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A ആൻഡ് A കട്ടായി പോവും, R ആൻഡ് R² കട്ടായി പോവും, ഇവിടെ ഒരു R ഉണ്ടായിരിക്കും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് √1 പ്ലസ് R² ഈസ് ഈക്വൽ ടു 29 ബൈ √28 ഇൻറ്റു R എന്ന് വരും. അതായത് R² മൈനസ് 29 ബൈ √28 ഇൻറ്റു R പ്ലസ് 1 ഈക്വൽ 0. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എന്താ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോ R ഈസ് ഈക്വൽ ടു 29 by √28 plus or minus root of 29 by 28 whole square. 28 √28 സ്ക്വയർ 28 ആയിരിക്കും. 29 സ്ക്വയർ എന്താ വരിക? 861 ആയിരിക്കും. യെസ്, ഓക്കെ. സോ 192 18 1836 861. 861 മൈനസ് 4AC. 4 ഇൻറ്റു A ഇൻറ്റു A C എല്ലാം 1 ആണ്. സോ -4 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. സോ 29 ബൈ √28 പ്ലസ് ഓർ മൈനസ് 4 ഇൻറ്റു 28 ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 2 3 8 പ്ലസ് 3 112 കിട്ടും. അതിന് നമുക്ക് 861 നിന്നും മൈനസ് ചെയ്താൽ നമുക്കിവിടെ 9 കിട്ടും, ഇവിടെ 4 കിട്ടും. ഓക്കെ, ഇത് 841 ആയിരുന്നല്ലേ, മാറിപ്പോയി. യെസ്, 29 സ്ക്വയർ 841 ആയിരിക്കും. സോ 841 മൈനസ് 112. സോ ഇവിടെ 11 വരും, ഇവിടെ 3 വരും, 729. സോ 729 ഡിവൈഡഡ് ബൈ 28 ഉണ്ട്. 729 ഡിവൈഡഡ് ബൈ 28ൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 729 എന്ന് വെച്ചാൽ 27ൻ്റെ സ്ക്വയർ. സോ 27ൻ്റെ റൂട്ടായിട്ട് വരും, ഡിവൈഡ് ബൈ √28 ഡിവൈഡ് ബൈ 2. അപ്പോൾ പ്ലസും മൈനസും ഒക്കെ വാല്യൂസ് ഉണ്ട്. സോ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം മൈനസ് ചെയ്ത് നോക്കാം. സോ 29 മൈനസ് 21 എടുത്താൽ നമുക്ക് 2 കിട്ടും. 2 ബൈ ചെയ്തത് അവസാനം √28 കിട്ടും. ഓക്കെ, ഓർ ഇനി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്താൽ 28 ഇൻറ്റു 2 ആയിരിക്കും, ഡിവൈഡ് ബൈ 2 ചെയ്താൽ 28 ഡിവൈഡ് ബൈ √28 ടു √28 കിട്ടും. ഈ രണ്ട് വാല്യൂസ് ആണ് ഇതിൻ്റെ വാല്യൂസ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇവിടെ പറയാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് A1 ഇൻറ്റു B GP ഓഫ് ഇൻക്രീസിങ് പോസിറ്റീവ് ടേംസ് എന്നാണ്. ഇൻക്രീസിങ് പോസിറ്റീവ് ടേംസ് വെച്ചാൽ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് R എന്തായാലും പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. മാത്രമല്ല ഇൻക്രീസിങ് പോസിറ്റീവ് ടേംസ് ആണ് എന്ന് വെച്ചാൽ R > 1 ആണ് അതിൻ്റെ മീനിങ്. സോ നമുക്ക് ഈ ഒരു പോസിബിലിറ്റി ഇവിടെ എടുക്കാൻ പറ്റൂല. സോ R ഈക്വൽ ടു √28 ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം.
ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. AR² ഈക്വൽ ടു √28. സോ A ഇൻറ്റു R² എന്ന് വെച്ചാൽ 28 ഈസിക്കൽ ടു √28 ആണെന്നാണ് നമുക്ക് ക്വസ്റ്റൻ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ A ഈസിക്കൽ ടു 1/√28 ആയിരിക്കും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട A6 ആണ്. സോ A6 ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത്? A ഇൻറ്റു R⁵5. അതായത് 1/√28 ഇൻറ്റു R⁵5. R⁵5 എന്ന് വെച്ചാൽ √28 all⁵5. സോ √28 all⁵5 എന്ന് വെച്ചാൽ √28 all⁴ ആയിരിക്കും ആൻസർ. എന്ന് വെച്ചാൽ 28ൻ്റെ സ്ക്വയർ ആയിരിക്കും ആൻസർ. 28ൻ്റെ സ്ക്വയർ എന്താ വരിക? 784 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ ആണ്, വലിയൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 784. യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 22 ജാനുവരി ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിഗ്മ TR ഇസിക്കൽ ടു ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സിഗ്മ 1/TR ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിന് നേരെ ഫ്ലിപ്പ് അടിച്ചുകൊണ്ട് റെസിപ്രോക്കൽ ഇട്ടുകൊണ്ട് ചെയ്യാൻ തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടൂല. അതന്നെയല്ല ചോദിച്ചിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് അങ്ങനെ n വരെ പോകുന്ന സംഭവമാണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1/T1 പ്ലസ് 1/T2 പ്ലസ് 1/T3 പ്ലസ് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഈ ഒരു സംഭവത്തിന് S എന്ന് പേരിടാം. SN. SN എന്ന് വെച്ചാൽ സം ഓഫ് n ടേംസ്. അതിനെയാണ് നമ്മൾ ഈ SN എന്ന് വിളിക്കുക. സോ നമുക്ക് ഈ സംഭവം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ TR എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ nth ടേം അല്ലെങ്കിൽ rth ടേം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. TN എന്ന് വെച്ചാൽ എന്തായിരിക്കും? SN മൈനസ് SN മൈനസ് 1 ആയിരിക്കും. ഇത് നിങ്ങൾ AP പഠിച്ചിട്ടുണ്ട്, GP പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ സീക്വൻസിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. n വരെയുള്ള ടേംസ് ആഡ് ചെയ്തതിൻ്റെ നിന്ന് n-1 വരെയുള്ള ടേംസ് ആഡ് ചെയ്ത് മൈനസ് ചെയ്താൽ നമുക്ക് TN കിട്ടും. ഓക്കെ, സോ ഇതിവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ SN വരാൻ പോകുന്നത് 2n-1 ഇൻറ്റു 2n+1 ഇൻറ്റു 2n+3 ഇൻറ്റു 2n+5 ഡിവൈഡഡ് ബൈ 64 മൈനസ്. ഇനി SN-1 ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് നോക്കുന്നത്. ഇവിടെ n-1 ഇട്ട് നോക്കിയാൽ അത് 2n-3 ആയി മാറും. ഇവിടെ n-1 ഇട്ട് നോക്കിയാൽ അത് 2n-1 ആവും. അടുത്ത ടേം 2n+1 ആകും. അടുത്ത ടേം 2n+3 ആകും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കേസ്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് എന്തൊക്കെയുണ്ട്? 2n-1, 2n+1, 2n+3 കോമൺ ആണ്. ഡിവൈഡഡ് ബൈ 64 ഉണ്ട്. ബാക്കിയുള്ള ടേംസ് വരാൻ പോകുന്ന ഇവിടെ ഒരു 2n+5 ഉണ്ട്. ഇവിടെ ഒരു 2n-3 ഉണ്ട്. സോ ഈ രണ്ട് ടേംസ് മൈനസ് ചെയ്താൽ നമുക്ക് 8 ആയിരിക്കും കിട്ടുക. 8ഉം 64ഉം കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് താഴെ 8 കിട്ടും. സോ ഇതെന്താ വരാൻ പോകുന്നത്? 2n-1 ഇൻറ്റു 2n+1 ഇൻറ്റു 2n+3 ഡിവൈഡഡ് ബൈ 8 ആയിരിക്കും. ഇതാണ് നമ്മുടെ nth ടേം എന്ന് വെച്ചാൽ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ 1/Tn ആയിരിക്കും. സോ അത് നമുക്ക് കണ്ടുപിടിച്ചു നോക്കാം. 1/Tn അതെന്താ വരാൻ പോകുന്നത്? 8 ഈ വാല്യൂസ് ആയിരിക്കുമല്ലോ. 8 ഡിവൈഡ് ബൈ 2n-1 ഇൻറ്റു 2n+1 മൈനസ് 2n+3. ഇത് നമുക്ക് ആഡ് ചെയ്ത് പോകാം. നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ സീക്വൻസുകൾ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ടെലിസ്കോപ്പിംഗ് സീരീസ്. ടെലിസ്കോപ്പിംഗ് സീരീസുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കുറേ ടേംസ് നമ്മൾ എഴുതിയാൽ കുറേ എണ്ണം ഇങ്ങനെ കട്ടായി പോയിക്കോളും. ഇതും അങ്ങനത്തെ ഒരു സീരീസ്. ഇനി ഇതിനെങ്ങനെയാണ് ആ ഒരു കട്ടായി പോകുന്ന രീതിയിൽ എഴുതാന്ന് വെച്ചാൽ നമ്മൾ ഒരു വാല്യൂ മൈനസ് വേറൊരു വാല്യൂ എന്നുള്ള ഫോമിലാണ് സാധാരണ എഴുതാറുള്ളത്. ഇവിടെ ഞാൻ അതേമാതിരിയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 8 നേരെ കോമൺ എടുക്കാം. എന്നിട്ട് ആദ്യത്തെ രണ്ട് ടേംസ് എന്ന് എടുക്കാം. 2n-1ഉം 2n+1 മൈനസ് അടുത്ത രണ്ട് ടേംസ് എടുക്കാൻ പോവാണ്. 2n+1ഉം 2n+3. ഓക്കെ, 2n+3.
ഇങ്ങനെ എടുത്താൽ ഇവർ രണ്ടുപേരും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന വാല്യൂസ് ഇവിടെ 2n+3 വരും, ഇവിടെ 2n-1 വരും. രണ്ടും കൂടി നെഗറ്റീവ് എടുത്താൽ നമുക്ക് 4 ആണ് കിട്ടുക. സോ ആ 4 കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ /4 ആണ് കൊടുക്കുക. ഓക്കെ, അതായത് 1/Tn എന്ന് വെച്ചാൽ 2 × 1/2n-1 × 2n+1 minus 1/2n+1 × 2n+3. ഇനി ഇതാണ് നമ്മൾ ആഡ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, സോ എത്ര വരെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഇൻഫിനിറ്റി വരെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ടെലിസ്കോപ്പിംഗ് സീരീസുകളെല്ലാം നമ്മൾ ഇൻഫിനിറ്റി വരെ ആഡ് ചെയ്ത് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? യെസ്, ഓക്കെ. സാധാരണ നമ്മൾ ഇൻഫിനിറ്റി വരെയാണ് ആഡ് ചെയ്ത് പോകാറുള്ളത്. n വരെ ആഡ് ചെയ്യുന്ന കേസും ഉണ്ട്. ഇനി നമ്മൾ ഇൻഫിനിറ്റി വരെ ആഡ് ചെയ്ത് നോക്കാം. സിഗ്മ 1/Tn n = 1 to infinity. 1 to infinity തന്നെയല്ലേ? യെസ്, 1 to infinity ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 ഫസ്റ്റ് ടേം വരാൻ പോകുന്നത് 2 നമുക്ക് മൊത്തത്തിൽ ഒരു 2 ആണ് എടുക്കാം. ഫസ്റ്റ് ടേം വരാൻ പോകുന്നത് ഇവിടെ 1/n-ന് 1 കൊടുത്താൽ 1 × 3 എന്ന് വരും, മൈനസ് 3 × 5. അടുത്ത ടേം വരാൻ പോകുന്നത് 1/3 × 5 മൈനസ് 1/5 × 7. അടുത്ത വരാൻ പോകുന്നത് 1/5 × 7 പ്ലസ് മൈനസ് 1/7. അങ്ങനെ പോയാൽ കുറേ ടേംസ് നമുക്ക് ഇവിടെ കട്ടാവുന്നതാണ്. ഈ ടേം കട്ട്, ഈ ടേം കട്ട്, ഈ ടേം, അത് കഴിഞ്ഞിട്ടുള്ള ടേം കട്ട്. അവസാനം നമ്മുടെ വാല്യൂസ് വരുന്നത് എന്തായിരിക്കും? 2/3 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഈ ആൻസർ ആണ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ആണ് 2/3 ആണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു മെത്തേഡും കൂടി അറിഞ്ഞിരിക്കണം. ഇങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുന്ന മെത്തേഡും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് രണ്ടും അറിഞ്ഞിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, സപ്പോസ് ദി നമ്പർ ഓഫ് ടേംസ് ഓഫ് AP is 2k. ഈവൻ നമ്പർ ആണ്. ഇഫ് ദി സം ഓഫ് ഓൾ ഓഡ് ടേംസ് ഓഫ് ദി AP is 40, the sum of all even terms is 55. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം ഓഫ് ദി AP exceeds the first term by 27. അങ്ങനെയാണെങ്കിൽ Kൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചത്. സോ നമുക്ക് ഇതിലെ ഈവൻ ടേംസിനെയും ഓഡ് ടേംസിനെയും ലിസ്റ്റ് ചെയ്യാം. സം ഓഫ് ഓൾ ഓഡ് ടേംസ് വരാൻ പോകുന്നത് 40 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓഡ് ടേംസ് ഏതൊക്കെ വരിക? ആദ്യത്തെ ടേം A1 പ്ലസ് A3 പ്ലസ് A5 പ്ലസ് അങ്ങനെ എത്രാമത്തെ ടേം വരെ ഉണ്ടായിരിക്കും? ഓക്കെ, മൊത്തം ഈവൻ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ A2k -1 വരെ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യെസ്, ഇതിൻ്റെ വാല്യൂ 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ ഈവൻ ടേംസിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ A2 പ്ലസ് A4 പ്ലസ് A6 പ്ലസ് അങ്ങനെ ലാസ്റ്റ് ടേം ഈവൻ നമ്പർ ആയിരിക്കും, ഈവൻ ടേം ആയിരിക്കും. അത് A2k ആയിരിക്കും. അതിൻ്റെ വാല്യൂ 55. ഇതിൽ നിന്ന് നമ്മൾ 55 നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമുമാണ് യൂഷ്വലി. ഇവിടെ ഞാൻ കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ നേരെ മൈനസ് ചെയ്യാൻ പോവാം. A2 - A1 എന്ന് വെച്ചാൽ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാൻ പോവാം. സോ A2 - A1 എടുത്താൽ എനിക്ക് D കിട്ടും. ഇവിടെ A4 - A3 എടുത്താൽ എനിക്ക് D കിട്ടും. ഇവിടെ D കിട്ടും. അങ്ങനെ ഇവിടെയും D കിട്ടും. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ K നമ്പേഴ്സ് ആണുള്ളത്. K ടേംസ് ആണുള്ളത്. ഇത് K ടേംസ് ആണ്, ഇത് K ടേംസ് ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് 2k ടേംസ് കിട്ടുക. ഓക്കെ, സോ ഇത് ഈക്വൽ എന്തായിരിക്കും? 55 - 40 ആയിരിക്കും. 2 - 1 ആണ് നമ്മൾ ചെയ്തത്. സോ KD = 15 എന്നുള്ള ഒരു ആൻസർ ഉണ്ട്. യെസ്, KD = 15. ഇത് നമുക്ക് വേറെ ഇക്വേഷൻ ആയിട്ട് എവിടെ വെക്കാം. ഇനി അടുത്ത പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് ടേം ഓഫ് ഇൻ AP exceeds the first term by 27 terms. ഓക്കെ, സോ ലാസ്റ്റ് ടേം എന്താ വരിക നമുക്കറിയാം. A+2k - 1 × D ആയിരിക്കും. അത് A സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 27 കിട്ടുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. യെസ്, 27 കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സോ 2k - 1 × D ചെയ്താൽ നമുക്ക് 27 കിട്ടും. സോ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻ ആയി. 2k - 1 × D = 27 ആണ്. ഇവിടെ നമുക്ക് KD = 15 കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ D അങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളും. സോ 2k - 1 ഡിവൈഡ് ബൈ k = 27/15 എന്ന് കിട്ടും. ഈ 27/15 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 9 വരും, ഇവിടെ 5 വരും.
സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 10k - 5 = 9k എന്ന് വരും. അതായത് k = 5. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 23rd January ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇഫ് ദ ഫസ്റ്റ് ടേം ഓഫ് എൻ AP ഈസ് 3, ഓക്കെ, a = 3 ആണ്. Sum of its first 4 terms is equal to 1/5 of the sum of next 4 terms. Okay. Sum of first 4 terms എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ വരിക? a plus d, a plus 2d, a plus 3d. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന 4a plus 6d ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്? 1/5 ഓഫ് ദി സം ഓഫ് നെക്സ്റ്റ് 4 ടേംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ നെക്സ്റ്റ് 4 ടേംസ്? a plus 4d plus a plus 5d plus a plus 6d plus a plus 7d. എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 4a plus 4 plus 7 11 ആണ്, 5 plus 6 11 ആണ്, 11 കൂടി ആഡ് ചെയ്താൽ 22. സോ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 4a plus 6d എന്ന് വെച്ചാൽ 1/5 ഓഫ് 4a plus 22d ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 20a plus 30d is equal to 4a plus 22d എന്ന് കിട്ടും. 16a plus 8d is equal to 0 എന്ന് കിട്ടും. അതായത് 2a plus d is equal to 0 എന്ന് കിട്ടും. ഇതിൻ്റെ മീനിങ് d equal to -2a ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ 3 ആണെങ്കിൽ d equal to -6 ആയിരിക്കും. എൻ്റെ വാല്യൂ കിട്ടി, ഡിൻ്റെ വാല്യൂ കിട്ടി. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് നമുക്ക് കണ്ടുപിടിക്കാം. 20/2 into 2a plus n - 1 into d. 2 into a വരാൻ പോകുന്നത് 3 ആണ്, n - 1 19 into d. d വരാൻ പോകുന്നത് -6 ആണ്. സോ ഇത് 10 into ഇത് 6 വരും. 6 - 19 into 6 എന്ന് വെച്ചാൽ -18 into 6 ആയിരിക്കും. സോ 18 into 6 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 108 ആണ്. സോ -1080 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. ചോദിച്ചത് എന്താണോ അത് തന്നെ ചെയ്തു പോയാൽ മതി. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് 23rd January ഷിഫ്റ്റ് 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ 10th and the 11th terms of the arithmetic progression with common difference 3/2. സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് എൻ AP 88 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ q - 2p എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതും ഏറെക്കുറെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ച് വർക്കൗട്ട് ചെയ്യാനുണ്ട് എന്ന്. ഓക്കെ, സോ ഇവിടെ നോക്കുക. ഓക്കെ, 10th and 11th term of the arithmetic progression. നമ്മൾ d = 3/2 ആണെന്നറിയാം. സോ നമുക്ക് ഇത് ഫസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ ഓൾറെഡി വാല്യൂസ് ഉള്ളതുകൊണ്ട് നേരെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് എന്ന് വെച്ചാൽ S11 is equal to എന്താ വരാൻ പോകുന്നത്? 11/2 into 2a plus 11 - 1 10 into d. d എന്ന് വെച്ചാൽ 3/2 ആയിരിക്കും. ഇതാണ് 88 എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് 2ഉം 11ഉം 8ഉം കട്ട് ചെയ്ത് അവിടെ 8 വരും. 2 into 8 16 ആയിരിക്കും. സോ ഇവിടെ 2a plus ഇത് 15 വരും. 2a plus 15 = 16 വരും, വിച്ച് മീൻസ് a is equal to 1/2 ആയിരിക്കും. അങ്ങനെ എൻ്റെ വാല്യൂ 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് 11th ടേമും 10th ടേമും 11th ടേമുമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 10th ടേമും 11th ടേമും കൂടി ആഡ് ചെയ്താൽ a10 plus a11 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ -b/a ആയിരിക്കും. ആൽഫ പ്ലസ് ബീറ്റ = -b/a നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. -b/a ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അത് p/3 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ആൽഫ ഇൻറ്റു ബീറ്റ ചെയ്താൽ നമുക്ക് q/3 ആയിരിക്കും കിട്ടുക. സോ a10 into a11 is equal to q/3 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് q - 2p ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് a10ഉം a11ഉം കണ്ടുപിടിക്കാം.
A10 എന്താ വരാൻ പോകുന്നത്? A പ്ലസ് 90, അതായത് 1/2 പ്ലസ് 27/2, അതായത് 28/2. നമുക്ക് വേണമെങ്കിൽ 40 എന്ന് വിളിക്കാം, ആവശ്യമുള്ള നേരത്ത് ആവശ്യമുള്ളത് യൂസ് ചെയ്യാം. ഇനി അടുത്ത് A11 ആണ് കണ്ടുപിടിക്കേണ്ടത്. A പ്ലസ് 10D ആണ് വരാൻ പോകുന്നത്. സോ A വരാൻ പോകുന്നത് 1/2 പ്ലസ് 10D. 10D എന്താ വരിക? 10 × 3/2 30/2. അപ്പോൾ നമുക്ക് 31/2 കിട്ടും. ഓക്കെ, A10 കിട്ടി, A11 കിട്ടി. ഇവ രണ്ടുപേരും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 28/2 31/2 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 59/2 കിട്ടും. അതാണ് P/3. സോ P/3 ഈസ് ഇക്വൽ ടു 59/2. P is equal to 59 × 3/2. അടുത്ത നമുക്ക് ഇവ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കേസ് എന്ന് നോക്കാം. A10 × A11. സോ 28 × 31 ഓർ 14 × 31 ചെയ്ത് നോക്കിയാണ്. സോ Q/3 എന്ന് വെച്ചാൽ എന്താ വരിക? 14 × 31/2. അതായത് Q is equal to 14 × 31 × 3/2. ഓക്കെ, യെസ്. ഈ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 14 × 31 × 3/2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2Q - P ആണ്. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? 3/2 ഒന്ന് കോമൺ എടുക്കാം. 2 × Q - 2P ആണ് കണ്ടുപിടിക്കേണ്ടത്. Q - 2P. യെസ്, 14 × 31 മൈനസ് 2 × 59. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ 3/2 × 59ൻ്റെ ഡബിൾ എടുത്താൽ നമുക്ക് 118 കിട്ടും. 14 × 31 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 4 കിട്ടും. Four 34. Yes. 434 minus 18 ചെയ്താൽ 118 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 316 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് 3 × 1 ബാക്കി 11 158. മൾട്ടിപ്ലൈ ചെയ്താൽ 4 2 15 7 474 ആയിരിക്കും Q - 2Pൻ്റെ വാല്യൂ വരാൻ പോകും. സോ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആകെ ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നാൽ നേരെ Pൻ്റെയും Qൻ്റെയും വാല്യൂസ് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. കുറച്ച് കാൽക്കുലേഷൻ ഹെവി ആണ്. സോ 474 ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. യെസ്, 6th ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 24th January ഷിഫ്റ്റ് 1-ൽ ചോദിച്ചിട്ടുള്ളത്. Sn equal to ഒരു വാല്യൂ തന്നിട്ടുണ്ട് അപ് ടു n ടേംസ്. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഓഫ് എൻ AP വിത്ത് ഫസ്റ്റ് ടേം -P ആണ്, കോമൺ ഡിഫറൻസ് P ആണ്, അതിൻ്റെ വാല്യൂ ഇതാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ APൻ്റെ 20th ഉം 50th ടേമിൻ്റെയും ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. മുന്നേ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇപ്പോൾ ഇതിന്ന് പാറ്റേൺ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഈ 2 എന്ന് വെച്ചാൽ 1 × 2 ആണ്, 6 എന്ന് വെച്ചാൽ 2 × 3 ആണ്, 12 എന്ന് വെച്ചാൽ 3 × 4 ആണ്, 20 എന്ന് വെച്ചാൽ 4 × 5 ആണ്. വിച്ച് മീൻസ് നമ്മുടെ SN വരാൻ പോകുന്നത് 1/1 × 2 1/2 × 3 1/3 × 4 1/4 × 5. ഇത് ഡെസിമൽ പ്ലേസ് അല്ല, × 5 ആണ്. പ്ലസ് അങ്ങനെ n ടേംസ് വരാം. വിച്ച് മീൻസ് nth ടേം വരാൻ പോകുന്നത് എന്തായിരിക്കും? 1/n × n+1 ആയിരിക്കും. നിങ്ങൾക്കറിയാം ഇത് ടെലസ്കോപ്പിംഗ് സീരീസ് ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്യാം? നമുക്കിതിനെ 1/n - 1/n+1 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് SN കണ്ടുപിടിച്ചാൽ എന്താ വരാൻ പോകുന്നത്? 1/1 - 1/2 പ്ലസ് 1/2 - 1/3 പ്ലസ് 1/3 - 1/4 അങ്ങനെ n ടേംസ് വരെ ആഡ് ചെയ്ത് പോകും. nth ടേം എന്താ വരാൻ പോകുന്നത്? 1/n - 1/n+1.
സോ ഇങ്ങനെ ടേംസ് കുറേ കട്ടായി പോകും. ഇത് കട്ടായി, ഇത് കട്ടായി, ഇത് കട്ടായി, ഇത് കട്ടായി, ഇത് കട്ടായി, ഇത് കട്ടായി, അവസാനം 1/n കട്ടായി ഉണ്ടാവും. പക്ഷെ -1/1 + 1 അവിടെ ബാക്കി ഉണ്ടായിരിക്കും. സോ നമ്മുടെ എസ് എന്ന് വരാൻ പോകുന്നത് 1 - 1/n + 1, അതായത് n/n + 1. ഇതാണ് നമ്മുടെ എസ് എന്ന് വരാൻ പോകുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ the sum of first 6 terms of an AP is with first term minus p and common difference p. സോ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് 6 ടേംസിനെ കണ്ടുപിടിക്കേണ്ടത്. സോ S6 = ഇതിൻ്റെ ഫസ്റ്റ് ടേം വരാൻ പോകുന്ന -p ആണ്, കോമൺ ഡിഫറൻസ് വരാൻ പോകുന്നത് p ആണ്. S6 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. S6 എന്താ വരാൻ പോകുന്നത്? 6/2 × 2a+, അതായത് -2p + n - 1 × d, 5 × d, 5 × p. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ്? √226 × S2 2025. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? 3 × ഇത് 3p ആണ്, = √2026 × S2025 എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് ഈ എസ് അല്ല, ഡിഫറെൻറ്റ് എസ് ആണ്. ഈ ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ള എസ് ആണ്. ആ എസ് തന്നെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, n/n + 1 ആണ്. അപ്പോൾ S2025 എന്താന്ന് വെച്ചാൽ എന്താ വരിക? S2025 എന്താണെന്ന് വെച്ചാൽ 2025 / 2026 ആണ് വരാൻ പോകുന്നത്. സോ 2025 / 2026. ആ 2026ഉം 2026ഉം കട്ടായി പോകും. ബാക്കി നമുക്ക് √2025 ആണ് പറഞ്ഞിട്ടുള്ളത്. √2025 എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ 9p = ഇത് 45 ആണ് വരാൻ പോകുന്നത്, വിച്ച് മീൻസ് p = 5 ആയിരിക്കും. അപ്പോൾ p = 5 നമ്മൾ കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ ഇത് കോമൺ ഡിഫറൻസ് തന്നെയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ആബ്സല്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ 20th ആൻഡ് 15th ടേം. 20th ടേമും 50th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം, അത് 5d ആയിരിക്കും. സോ 5d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 5 × 5 25 ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ വരാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇതൊരു ടെലിസ്കോപ്പിംഗ് സീരീസ് ആണ്. ഇതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കാനും പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കാനും പറ്റിയാൽ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, എന്ന് നോക്കി നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, നമ്പർ ഓഫ് 3-digit numbers that are divisible by 2 and 3 but not divisible by 4 and 9. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇത് 2 and 3 ആണെന്ന് ശ്രദ്ധിക്കുക. 2 or 3 ആയിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ വേറെ ഒരു സംഭവം ആവുമായിരുന്നു. ഓക്കെ, 2 കൊണ്ടും 3 കൊണ്ട് ഡിവിസിബിൾ ആവുക എന്ന് വെച്ചാൽ 6 കൊണ്ട് ഡിവിസിബിൾ ആവുക എന്നാണ് അതിൻ്റെ മീനിങ്. 4 കൊണ്ട് 9 കൊണ്ട് ഡിവിസിബിൾ ആവുക എന്ന് വെച്ചാൽ 36 കൊണ്ട് ഡിവിസിബിൾ ആവുക എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 3-digit നമ്പേഴ്സ് കണ്ടുപിടിക്കുക, 6 കൊണ്ട് ഡിവിസിബിൾ ആവുന്നതിൻ്റെ കൗണ്ട് എടുക്കുക, പിന്നെ 36 കൊണ്ട് ഡിവിസിബിൾ ആവുന്നതിൻ്റെ കൗണ്ട് എടുക്കുക, രണ്ടും ഡിഫറൻസ് എടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ 3-digit നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം 100 മുതൽ 999 വരെയുള്ള നമ്പേഴ്സാണ്. അതിൽ 100 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഓക്കെ, 2 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് വർക്ക് ചെയ്ത് തന്നെ, വിച്ച് മീൻസ് 102 ആണ് ആദ്യത്തെ 6-digit നമ്പർ. സോ 102 എന്ന് വെച്ചാൽ 14 അല്ലേ? അല്ല, സോറി, യെസ്, 102 / 6 17 ആണ് ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത്. 102 എന്ന് വെച്ചാൽ 17 × 6 ആണ്. ഓക്കെ, സോ 102 ആണ് നമ്മുടെ 6 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് 3-digit. ഇനി അടുത്ത ലാസ്റ്റ് 3-digit ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കാര്യം ചെയ്യാം, 1000നെ അതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 1000നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6, 36 പോവും, 36, റിമൈൻഡർ 4 വന്നു, വിച്ച് മീൻസ് ആ 4 അങ്ങ് മൈനസ് ചെയ്താൽ മതി. വിച്ച് മീൻസ് അതിൻ്റെ നമ്പർ വരാൻ പോകുന്നത് 9996 ആയിരിക്കും. ആ 996 ആണ് ഇവിടെ ലാസ്റ്റ് നമ്പർ വരാൻ. ഓക്കെ, വിച്ച് മീൻസ് 160, യെസ്, 166 ആയിരിക്കും ഇതിൻ്റെ ലാസ്റ്റ്. സോ 996 എന്ന് വെച്ചാൽ 196
ഓക്കെ, അത് വിട്ടു പോയല്ലോ. 166 ഇൻറ്റു 6 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഡിജിറ്റ് ടേംസിൽ 6 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ്. ഇത് 6 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഇതും 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇതാണ് 2 ഐറ്റങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് എത്ര ടേംസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. a plus n minus 1 into d ആണ് 996, which means 102 plus n minus 1 into d. d ഇവിടെ 6 ആണ് വരാൻ പോകുന്നത്, is equal to 996 ആയിരിക്കും. സോ n minus 1 into 6 എന്താ വരാൻ പോകുന്നത്, 996 minus 102. 996 എന്ന് വെച്ചാൽ 166 into 6 ആണ്. 102 എന്ന് വെച്ചാൽ 17 into 6 ആണ്. സോ 6 മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് പോയാൽ n minus 1 is equal to 166 minus 17. 166 മൈനസ് 17 എടുത്താൽ, അല്ലെങ്കിൽ കാര്യം ചെയ്യുക, ഈ -1 അങ്ങ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 167 ആക്കാം. സോ 167 മൈനസ് 17, അപ്പോൾ എന്ത് വരും, നമുക്ക് 150 എന്ന് കിട്ടും. വിച്ച് മീൻസ് 150 ടേംസ് ആണ് ഇവിടെ. 150 ടേംസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ്, അപ്പോൾ n = 150 ടേംസ് ആണ് ഇവിടെ. ഇതേ സംഭവം നമ്മൾ 36നും കണ്ടുപിടിച്ചാൽ. സോ 36ൻ്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേം വരാമെന്ന് എന്തായിരിക്കും, നമുക്ക് 36നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ 8 വരും. യെസ്, 108 ആണ് ഫസ്റ്റ് 36ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരാൻ പോകും. സോ 108 എന്ന് വെച്ചാൽ 36 into 3 ആണ്. ഇനി അടുത്ത ലാസ്റ്റ് ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ 996ന് നമുക്ക് 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കറിയാം 36ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1296 ആണ്. നമുക്ക് കുറച്ച് വാല്യൂസ് അതിൽ നിന്ന് മൈനസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, 36നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1080 എന്ന് കിട്ടും. അപ്പോൾ അതിലും 2 ടേംസ് കുറവായിരിക്കും. വിച്ച് മീൻ 36 into 28 ചെയ്ത് നോക്കാം. യെസ്, നമുക്ക് 1000നെ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനും നല്ല മെത്തേഡ്സ് ഉണ്ട്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 428 അടുത്ത 2 1 6 + 1 7 8 1. ഓക്കെ, 1008 വന്നു. വിച്ച് മീൻസ് നമുക്ക് 27 ആണ് കണ്ടുപിടിക്കേണ്ടത്. 36 into 27 ആണ് നമ്മുടെ ആൻസർ വരിക. 36 into 27 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 6 into 7 ചെയ്താൽ 2 കിട്ടും, 4 കിട്ടും, 21 25 കിട്ടും. ഇവിടെ 2, ഇവിടെ 1, 6 + 1 യെസ് 7. സോ 2 7 972 ആയിരിക്കും നമ്മുടെ വാല്യൂ. ഓക്കെ, 972 എന്ന് വെച്ചാൽ 36 into 27 ആണ്. 36 into 27. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കേസ് വരാൻ പോകും. ഇനി ഇത് എത്ര ടേംസ് ഉണ്ടെന്നും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നേരത്തെ കണ്ടുപിടിച്ച അതേ പരിപാടി തന്നെ. അവിടെ 972നെ 108 കൊണ്ട് മൈനസ് ചെയ്യുന്നു, ഡിവൈഡ് ബൈ 36 ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇവർ നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 27 മൈനസ് ഇത് ചെയ്താൽ 24 കിട്ടും. ഒന്നും കൂടി ആഡ് ചെയ്താൽ 25 ടേംസ് കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ എന്താ ചെയ്ത്, ഈ ഒരു സ്റ്റെപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് എഴുതിയില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇത് 25 ടേംസ് ആണ്. വിച്ച് മീൻസ് ഇവരുടെ ഡിഫറൻസ് മാത്രം എടുത്താൽ മതി. 6 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന 150 ടേംസ് ഉണ്ട്, 36 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന 25 ടേംസ് ഉണ്ട്. നമുക്കറിയാം 6 കൊണ്ട് ഡിവൈഡ് ആവുന്ന ടേംസിൽ 36 കൊണ്ട് ഡിവൈഡ് ആവുന്ന ടേംസും ഉണ്ട്. അപ്പോൾ 25 ടേംസ് നമ്മളങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. സോ മൈനസ് ചെയ്താൽ മതി. 150 മൈനസ് 25 ചെയ്താൽ നമുക്ക് 125 ടേംസ് കിട്ടും. യെസ്, സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ വേണമെങ്കിൽ 3 ഡിജിറ്റ് മൊത്തം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, 1000നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്കൊരു ഏതാണ്ടൊരു വാല്യൂ കിട്ടും. 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. അവരുടെ ഡിഫറൻസ് എടുക്കുക, അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. എന്ന് വെച്ചാൽ ഈ ഫോർമുല ചെയ്യാതെ ഏതാണ്ടൊരു നമ്പർ കിട്ടാൻ പറ്റും. പക്ഷേ ഇത് ന്യൂമറിക്കൽ മെത്തേഡാണ്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ അടുത്തടുത്തല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് നമ്പേഴ്സ് വേണമെങ്കിലും വരാം, ഇൻഡിജേഴ്സ് ആയിട്ടുള്ള ഏത് നമ്പേഴ്സ് വേണമെങ്കിലും വരാം. അപ്പോൾ പ്രിസൈസ് ആയിട്ട് നിങ്ങളിത് കണ്ടുപിടിക്കണം.
യെസ്, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. യെസ്, 8th ക്വസ്റ്റ്യൻ 24 ജാനുവരി ഷിഫ്റ്റ് 2 എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊരു അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാന്ന് വെച്ചാൽ സിമ്പിളാണ്, നമുക്ക് നോക്കാം. 7 = 5 + ആൽഫ ബൈ 7, 5 + 2 ആൽഫ ബൈ 7 സ്ക്വയർ, 5 + 3 ആൽഫ ബൈ 7 ക്യൂബ് ആൻഡ് സോ ഓൺ. നമ്മൾ ഈ ഇക്വേഷനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകാം. അപ്പോൾ 7 / 7 ചെയ്താൽ നമുക്ക് 1 എന്ന് കിട്ടും. ഇവിടെ 5നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/7 എന്ന് കിട്ടും. അത് ഞാൻ ഇവിടെ എഴുതാൻ പോകാം, 5/7. എന്നിട്ട് ഈ ടേമിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ടേം കിട്ടും, അതിന് നമ്മൾ ഇവിടെ എഴുതാൻ പോകും, 7 സ്ക്വയർ, 5 + ആൽഫ. ഇനി ഈ ടേമിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 7 ക്യൂബ് ആണ് വരിക, അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം. എന്നിട്ട് ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആണ്. നേരെ അങ്ങ് മൈനസ് ചെയ്യാൻ പോവാണ്. 7 - 1 ചെയ്താൽ 6 കിട്ടും. 5 - ഒന്നുമില്ല, അപ്പോൾ 5 തന്നെ. 5 + ആൽഫയിൽ നിന്നും 5 പോയാൽ നമുക്ക് ആൽഫ മാത്രമാണ് കിട്ടുക, ആൽഫ ബൈ 7. അടുത്തത് ഇവിടെ 2 ആൽഫ - ആൽഫയാണ് വരാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് ആൽഫ ബൈ 7 സ്ക്വയർ. ഇവിടെ ആൽഫ ബൈ 7 ക്യൂബ് ആൻഡ് സോ ഓൺ. ഒരു ഇൻഫിനിറ്റ് ജി പി ആയിരിക്കും. സോ ഇത്രയും ടേംസ് ഇൻഫിനിറ്റ് ജി പി ആയിട്ട് വരും. അതിൽ ആൽഫനെ നമുക്ക് കോമൺ എടുക്കാം. സോ 6 = 5 + ആൽഫ × 1/7 + 1/7 സ്ക്വയർ + 1/7 ക്യൂബ് + ആൻഡ് സോ ഓൺ. സോ 6 - 5 എടുത്താൽ നമുക്ക് 1 ആണ് കിട്ടുക. 1 = ആൽഫ × ഇതൊരു ജി പി ആണ്. ജി പിൻ്റെ ഇൻഫിനിറ്റ് ടേംസ് കാണാനുള്ള സമ്മ് നമുക്കറിയാം. S infinity = A/1 - R. ഇവിടെ ഫസ്റ്റ് ടേം വരാൻ പോകുന്നത് 1/7 ആണ്, R വരാൻ പോകുന്നത് 1/7 തന്നെയാണ്. സോ A/1/7 / 1 - 1/7. സോ ആൽഫ × ഇതെന്ത് വരും, താഴെ 6/7 വരും, മേലെ 1/7 ഉണ്ട്, വിച്ച് മീൻസ് താഴെ 6, ഓക്കെ 1/6 ആയിരിക്കും. അപ്പോൾ ആൽഫ = 6 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, സോ 2 എന്നുള്ള ആൻസർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയൊരു ബുദ്ധിമുട്ടില്ല, ഡയറക്റ്റ് ആണ്. അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ S40 = 1030 ആണ്, S12 = 57 ആണ്, S30 - S10 അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഞാൻ തിരിച്ച് ചെയ്യാൻ പോകാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ആദ്യം എഴുതി വെക്കാം. S30 വരാൻ പോകുന്നത് സം ഓഫ് 30 ടേംസ്. ഓക്കെ, S30 - S10 അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കാം. S30 എന്ന് വെച്ചാൽ 30 ടേംസിൻ്റെ സം, വിച്ച് മീൻസ് 30/2 × 2a + 29 × d. ഓക്കെ, മൈനസ് ഇത് 10/2 × 2a + എന്താ വരാൻ പോകുന്നത് 9d. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് 15 ആണ് വരിക. 15 × 2a ചെയ്താൽ നമുക്ക് 30a എന്ന് വരും, പ്ലസ് ഇനി അടുത്ത് 15 × 29 ചെയ്താൽ മതി. 15 × 30 ചെയ്താൽ നമുക്ക് 450 ആണ് കിട്ടുക. അതിൽ നിന്ന് ഒരു 15 അങ്ങ് മൈനസ് ചെയ്താൽ മതി, 435 ആയിരിക്കും വാല്യൂ വരിക, 435d. ഇനി അടുത്ത് ഇത് 5 ആണ് നമുക്കറിയാം. 5 × 2a ചെയ്താൽ നമുക്ക് 10a തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത് 5 × 95 ചെയ്താൽ നമുക്ക് -45d കിട്ടും. ഓക്കെ, സോ 30a - 10a ചെയ്താൽ നമുക്ക് 20a കിട്ടും. അടുത്തത് 435 - 45 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 390d എന്ന് കിട്ടും. അതായത് ഇവിടെ 10 കോമൺ എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 10 × 2a + 39d ആണ്. ഇതെന്താ സംഭവം എന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് 10 × a + 39d. അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം പ്ലസ് 40th ടേം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ സംഭവം അതിനായിട്ട് കട്ടൊക്കെ റിലേറ്റഡ് ആണ്. S40 എന്താണെന്ന് ചോദിച്ചാൽ 40/2 ×
ഫസ്റ്റ് ടേം പ്ലസ് 40th ടേം. ഇതിൻ്റെ വാല്യൂ ആണ് 1030 എന്നാണ് തന്നിട്ട്. അതായത് ഫസ്റ്റ് ടേം പ്ലസ് 40th ടേം എന്ന് വെച്ചാൽ ഇത് 20 ആണല്ലോ, 1030 ഡിവൈഡ് ബൈ 20 ആയിരിക്കും. ഓക്കെ, ഈ വാല്യൂ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 10 ഇൻറ്റു 1030 ഡിവൈഡ് ബൈ 20. സോ ഇവിടെ ഈ സീറോസ് കട്ടായി പോയി. 1030 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 515 ആയിരിക്കും ആൻസർ കിട്ടുക. തേർഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഒരിക്കലും ഈ രണ്ട് സാധനം ആയതിനെ സോൾവ് ചെയ്യാൻ നിൽക്കരുത്. എയും ഡിയും കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് നോക്കുക. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഈ ഒരു സംഭവം നമുക്ക് കംപ്ലീറ്റ്ലി ഇറലവൻ്റ് ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എയും ഡിയും കണ്ടുപിടിക്കാൻ നിന്നാൽ ഒരുപാട് സമയം പോകും. ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക, എന്നിട്ട് നമുക്ക് വേണ്ട സാധനം ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, 10th ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഇതും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ടി ആർ എന്ന് വെച്ചാൽ ആർത്ത് ടേം ഓഫ് എൻ എ പി ആണ്. ഓക്കെ, സോ ടി എം ഈക്വൽ ടു 1/25 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ mth ടേം എന്ന് വെച്ചാൽ 1/25 ആണ്. 25th ടേം ഈസ് ഈക്വൽ ടു 1/20 എന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെയും തന്നിട്ടുണ്ട്. എന്നാലും നമുക്കിത് ആദ്യം കണ്ടുപിടിക്കാം. ഇത് എന്തുകൊണ്ട് ആദ്യം കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സോ 20 ഇൻറ്റു സിഗ്മ ടി ആർ എന്ന് വെച്ചാൽ ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 25 ടേംസിൻ്റെ സം എന്താ വരിക? 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേമിന് ഞാൻ എ എന്ന് വിളിക്കാം. അടുത്ത് ലാസ്റ്റ് ടേം എന്ന് വെച്ചാൽ 25th ടേം. 25th ടേം എന്താ സംഭവം? അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. 25th ടേം നമുക്കറിയാം, അത് 1/20 ആണ്. ഈസ് ഈക്വൽ ടു 13 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, സോ ഇതിവിടെ 20 ഇതെടുത്താൽ നമുക്ക് 10 എന്ന് കിട്ടും. 10 ഇൻറ്റു 25, ഈ 25 ഇങ്ങോട്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് 1/20 ഈക്വൽ ടു 13/250 എന്ന് കിട്ടും. സോ എ ഈസ് ഈക്വൽ ടു 13/250 മൈനസ് 1/20. ഈ 13/250 മേലെ എന്തായാലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 26/250 ആകും. 26/500 ആകും. ഇവിടെ 25 കൊണ്ട് മേലെ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ താഴെ 500 ആവും, മേലെ 25 ആകും. സോ എൻ്റെ വാല്യൂ നമുക്കറിയാം, അത് 1/500 ആണ്. എൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഡീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുക. സോ ഇതിന്ന് നമുക്ക് 25th ടേം എന്ന് വെച്ചാൽ എന്താ വരാൻ പോകുന്നത്? എ പ്ലസ് 24d. എ എന്ന് വെച്ചാൽ 1/500 ആണല്ലോ, നമ്മൾ അത് അങ്ങ് എഴുതിക്കാം. 1/500 പ്ലസ് 24d is equal to 1/20 ആണ്. വിച്ച് മീൻസ് 24d is equal to 1/20 മൈനസ് 1/500. 24d is equal to ഇതിനെ മേലെ താഴെയും ഒരു 25 കൊണ്ട് മൾട്ടിപ്ലൈ. സോ 25/500 മൈനസ് 1/500. സോ നമുക്ക് ന്യൂമറേറ്ററിൽ 24 കിട്ടും. 24 കട്ട് ചെയ്യാൽ നമുക്ക് ഡീൻ്റെ വാല്യൂ കിട്ടും, അതും 1/500 ആണ്. സോ എൻ്റെ വാല്യൂ കിട്ടും, ഡീൻ്റെ വാല്യൂ കിട്ടും, രണ്ടും 1/500. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനും കൂടി യൂസ് ചെയ്യാം. ടി എം ഈക്വൽ ടു 1/25. അതിന് നമുക്ക് എം എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ ടി എം ഈസ് ഈക്വൽ ടു 1/25 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ എ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി. 1/500 പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് വെച്ചാലും 500 ആണ്. വിച്ച് മീൻസ് അത് m/500 ആയിരിക്കും വരാൻ. ഇത് ആക്ച്വലി ഒരു ജനറൽ ടേം ആണ്. mth ടേം എന്ന് വെച്ചാൽ m/500 ആണ്. ഓക്കെ, വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. mth ടേം എന്ന് വെച്ചാൽ m/500 ആണ്. അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ടി ആർ എന്ന് വെച്ചാൽ r/500 ആണ് വരാൻ പോകുന്നത്. 1/500, 2/500, 3/500 ഇതാണ് നമ്മുടെ സീരീസും വരാൻ പോകുന്നത്. ഓക്കെ, സോ ഡി കിട്ടി, എ കിട്ടി, നമുക്ക് എം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ വാല്യൂ 1/25 ആണെന്നും നമുക്കറിയാം. സോ എമ്മിൻ്റെ വാല്യൂ എന്താ വരാൻ പോകുന്നത്? 500 ഡിവൈഡഡ് ബൈ 25. സോ 20 ആയിരിക്കും. യെസ്, 20 ആയിരിക്കും എമ്മിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ കൂടി കണ്ടുപിടിക്കാം.
5m into sigma m to 2m tr. 5m into sigma m to 2m tr. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ 5m into S20 വരെ കണ്ടുപിടിക്കുക, S2m വരെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ നിന്നും ഇതെന്താ സംഭവിച്ചാൽ m മുതൽ 2m വരെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് 1 മുതൽ 2m വരെ ആഡ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നും 1 മുതൽ m-1 വരെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. ഇതെന്തിനാ m-1 വരെ സബ്ട്രാക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ m ഇതിൽ കൗണ്ടഡ് ആണ്. നമ്മൾ m വരെ എടുത്തുകൊണ്ട് മൈനസ് ചെയ്താൽ m ഇതിൽ മൈനസ് ആയി പോകും. mth ടേം എന്നുള്ളതിൽ കൺസിഡർ ചെയ്യപ്പെടില്ല. പക്ഷെ ഇതിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ m-1 വരെയുള്ള ടേംസ് ആണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം എമ്മിൻ്റെ വാല്യൂ 20 ആണെന്ന് നമുക്കറിയാം. സോ 5 into 20 എന്ന് വെച്ചാൽ 100 ആയിരിക്കും. 100 into എമ്മിൻ്റെ വാല്യൂ 20 ആണ്. സോ S40 മൈനസ് S90 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 5m into ഓക്കെ. സോ 100 into S20 വരാൻ പോകുന്നത് 40 into 41/2 മൈനസ് ഓക്കെ 40 into 41/2 മൈനസ് ഇത് 19 into 18/2. 19 into 20 ഉണ്ട്, സോറി മാറിപ്പോയി. 19 into 20/2. ഓക്കെ, സോ S40 എന്ന് വെച്ചാൽ ഫസ്റ്റ് 40 ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അല്ലേ. സോ ഇവിടെ ആക്ച്വലി ഡിവൈഡ് ബൈ 500, അത് ഞാൻ വിട്ടുപോയി. ഇവിടെയും ഡിവൈഡ് ബൈ 500 ഉണ്ട്, ഇവിടെയും ഡിവൈഡ് ബൈ 500 ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ mth ടേം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് m/500 ആണ്. എന്ന് വെച്ചാൽ S40 എന്ന് വെച്ചാൽ എന്താ വരാൻ പോകുന്നത്, സിഗ്മ m/500 ആയിരിക്കും. 40 ടേംസ് ആയിരിക്കും. എന്ന് വെച്ചാൽ 1/500 ഇൻറ്റു സിഗ്മ m 1 to 40 എന്ന് വെച്ചാൽ 1/500 ഇൻറ്റു 40 ഇൻറ്റു 41/2 n ഇൻറ്റു n+1/2. ആ ഫോർമുലയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. സോ S40 എന്ന് വെച്ചാൽ 40 ഇൻറ്റു 41/2 ഡിവൈഡ് ബൈ 500 ആയിരിക്കും. അതുപോലെ ഇത് S90 എന്ന് വെച്ചാൽ 19 into 20 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 500 ആയിരിക്കും. ഇനി 500 മൊത്തം കോമൺ എടുത്താൽ 100 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, CBD ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1/5 എന്ന് കിട്ടും. സോ ഇത് 20 into 21 മൈനസ് ഇവിടെ 19 into 10 5 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 into 21 മൈനസ് 19 into 2 എന്ന് കിട്ടും. 4 into 21 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 21 അല്ല സേ, ഇവിടെ 41 ആയിരുന്നു. ഓക്കെ, 4 into 41 ചെയ്താൽ നമുക്ക് 164 കിട്ടും. 19 into 2 ചെയ്താൽ നമുക്ക് 38 കിട്ടും. ഇവർ തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 126 ആയിരിക്കും കിട്ടാൻ. ഓക്കെ, 126 ആണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. യെസ്, ഇതും വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഏതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടായാൽ മതി. ഓക്കെ, ഓർഡർ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. പക്ഷെ എന്നാലും ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, അപ്പം നമുക്ക് 11th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ് an be a sequence such that a0 equal to 0 ആണ്, a1 equal to 1/2 ആണ്, and 2an plus 2 equal to 5an plus 1 minus 3an. അങ്ങനെയാണെങ്കിൽ സിഗ്മ, ഇതാണ് ചോദിച്ചത്. ഞാൻ എന്തിനു പറയാൻ കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് കറക്റ്റ് ഒരു രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടൂ. എന്താണ് ആ ചിന്ത എന്ന് വെച്ചാൽ, ഇവിടെ നോക്കാം, 2an plus 2 equal to 5an plus 1. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2ഉം 3ഉം കൂടി കൂട്ടിയാൽ 5 ആണ്. അതിൽ നിന്ന് നമുക്ക് അവിടെ റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്താണ് ആ റിലേഷൻ എന്ന് വെച്ചാൽ, 2an plus 2 is equal to 2an plus 1 plus 3an plus 1 minus 3an. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് സംഭവം മനസ്സിലാവും.
ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ സംഭവത്തിൻ്റെ ഫസ്റ്റ് 2 ടേംസിൻ്റെ ഡിഫറൻസിൻ്റെ 3 ടൈംസ് ആണ്, അടുത്ത 2 ടേംസിൻ്റെ ഡിഫറൻസിൻ്റെ 2 ടൈംസ്. ഇതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിന് നമുക്കൊരു പേരിട്ടങ്ങ് വിളിക്കാം. ഓക്കെ, ഇതിന് ഞാൻ ഒരു ടി എൻ എന്നങ്ങ് വിളിച്ചു. സോ ടി എൻ എന്ന് വെച്ചാൽ an+1 മൈനസ് an ആയിരിക്കും. ഇതാണ് ടി എൻ. ഞാൻ അതിന് ടി എൻ എന്നുള്ള പേരിട്ടങ്ങ് വിളിച്ചു. അപ്പോൾ ഈ ഫോർമുല എന്താവെന്ന് ചോദിച്ചാൽ അതിന് ഞാനൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഈ ഫോർമുല എന്താവെന്ന് വെച്ചാൽ 2 ടൈംസ് ഇതാണല്ലോ ടി എൻ എന്ന് വെച്ചാൽ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ Tn+1 ആയിരിക്കും. Tn+1, അതായത് Tn+1 ഡിവൈഡഡ് ബൈ Tn എന്ന് വെച്ചാൽ എന്താ വരിക, 3/2 ആണ് വരാൻ. ഓക്കെ, Tn+1 ഡിവൈഡ് ബൈ Tn എന്ന് വെച്ചാൽ 3/2 ആയിരിക്കും. അങ്ങനെ Tn+1 ഡിവൈഡ് ബൈ T എന്ന് വെച്ചാൽ 3/2 ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും അടുത്തുള്ള 2 ടേംസിന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3/2 കിട്ടുന്ന വെച്ചാൽ ഇതൊരു ജി പി ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ജി പിയിലെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, T1 എടുത്താൽ മതി. നമുക്കറിയാം ഇതിൻ്റെ കോമൺ റേഷ്യോ എന്ന് വെച്ചാൽ 3/2 ആണെന്ന് അറിയാം. സോ T1 നമുക്ക് കണ്ടുപിടിക്കണം. T1 എന്ന് വെച്ചാൽ 3/2 ഇൻറ്റു T0 ആയിരിക്കും. ഓക്കെ, T0 എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കിതൊരു T0 എന്താണ് കണ്ടുപിടിക്കാം. T0 ഈക്വൽ ടു A1 മൈനസ് A0. A1 എന്ന് വെച്ചാൽ 1/2 ആണ്, A0 എന്ന് വെച്ചാൽ 0 ആണ്. സോ 1/2 ആയിരിക്കും T0ൻ്റെ വാല്യൂ. സോ ഇത് 1/2 ഇൻറ്റു 3/2 ചെയ്താൽ നമുക്ക് 3/4 കിട്ടും. ഈ ജി പിൻ്റെ ഫസ്റ്റ് ടേം വരാൻ പോകുന്നത് 3/2 ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് nth ടേം കിട്ടണം. ഓക്കെ, nth ടേം എന്ന് വെച്ചാൽ ടി എൻ അല്ല, ടി എൻ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു സീരീസിൻ്റെ nth ടേം. നമുക്ക് കിട്ടേണ്ടത് an എന്താണെന്ന് കിട്ടണം. അതിന് നമ്മൾ സംഭവം ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ T0 ഈക്വൽ ടു A1 മൈനസ് A0 എന്ന് കണ്ടുപിടിച്ചു. അതുപോലെ T1 എടുക്കാൻ പോവാണ്. അതെന്താ സംഭവം, A2 മൈനസ് A1 ആണ്. അടുത്ത് T2 എടുക്കാൻ പോവാണ്, അത് A3 മൈനസ് A2 ആയിരിക്കും. അങ്ങനെ പോയിട്ട് Tn എടുത്തു. എന്താ വരിക, an+1 മൈനസ് an ആയിരിക്കും. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, സിഗ്മ Tn ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, Tn-1 എടുക്കാം അല്ലേ, Tn-1 എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, an-1. സോ ഇവിടെ Tn എത്ര മുതൽ എത്ര വരെ, Tk ഈക്വൽ ടു 1 മുതൽ n-1 വരെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഈ ടേം ക്യാൻസലായി, ഈ ടേം ക്യാൻസലായി, ഈ ടേം ക്യാൻസലായി, അവസാനം ഈ ടേം ക്യാൻസലാവും, an-A0. ഇതാണ് ലാസ്റ്റ് ടേംസിലേക്ക് an-A0 ആയിരിക്കും ഉണ്ടായിരിക്കും. ഇതിന് ഞാൻ അടുത്ത പേജിലേക്ക് ഒന്ന് എഴുതാം. സോ സിഗ്മ k ഈക്വൽ ടു 1 to n-1 Tk. ഇതിൻ്റെ വാല്യൂ an-A0. A0ൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. സോ an മാത്രം എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ nth ടേം ഈക്വൽ ടു സിഗ്മ Tk ചെയ്താൽ മതി. nth ടേം ഈക്വൽ ടു സിഗ്മ Tk 1 മുതൽ n-1 വരെ, വിച്ച് മീൻസ് T1 മുതൽ T2 മുതൽ T3 വരെ ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഓ സോറി, ഇവിടെ T0 ഉണ്ടല്ലേ, അപ്പോൾ 0 മുതലാണ് ആഡ് ചെയ്യേണ്ടത്. T0, T1, T2 അങ്ങനെ ആഡ് ചെയ്ത് പോകാം. എത്ര വരെ, Tn-1 വരെ ആഡ് ചെയ്ത് പോകാം. വിച്ച് മീൻസ് ഇത് n ടേംസ് ഉണ്ട്. 0 മുതൽ n-1 വരെ എന്ന് വെച്ചാൽ n ടേംസ് ഉണ്ട്. ഫസ്റ്റ് ടേം T0 ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ T0 എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്താ വരിക, T0 എന്ന് വെച്ചാൽ 1/2 ആണ് നമ്മൾ കണ്ടെത്തി. അടുത്ത ടേം വരാൻ പോകുന്ന 1/2 ഇൻറ്റു 3/2 ആയിരിക്കും. അടുത്ത ടേം വരാൻ പോകുന്ന 1/2 ഇൻറ്റു 3/2 സ്ക്വയർ ആയിരിക്കും. അങ്ങനെ എത്ര വരെ പോകും, 1/2 ഇൻറ്റു 3/2 ഓൾ റേസ് ടു n-1. ഓക്കെ, ഇതൊരു ജി പി ആണ്, സാധാ ജി പി ആണ്, n ടേംസിൻ്റെ ജി പി ആണ്. സോ ഫസ്റ്റ് ടേം മുതൽ n-1 ടേംസ് വരെ, ഫസ്റ്റ് ടേം മുതൽ nth ടേം വരെ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താ വരിക, a ഇൻറ്റു r⁻n-1 ബൈ r-1. Sn ഈക്വൽ ടു a ഇൻറ്റു r⁻n-1 ഡിവൈഡ് ബൈ r-1. സോ a ഇവിടെ വരാൻ പോകുന്നത് 1/2 ആണ്.
r raised to n minus 1. r raised to n minus 1 എന്ന് വെച്ചാൽ എന്താ വരിക? 3/2 all raised to n. എന്താ വരിക? n അങ്ങനെ തന്നെ ഇടാം. -1 divided by 3/2 minus 1. ഈ 3/2 minus 1 അത് 1/2 വരിക. 1/2 1/2 ക്യാൻസൽ ആയി പോകും. സോ നമ്മുടെ nth ടേം വരാൻ പോകുന്നത് 3/2 all raised to n minus 1. ഓക്കെ, ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ nth ടേം വരാൻ പോകുന്നത്. അങ്ങനെ ഇതാണ് nth ടേം കണ്ടുപിടിച്ചെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സംഭവം നമുക്ക് കണ്ടുപിടിക്കാം. 1 മുതൽ 100 വരെ AK ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്താ വരിക? സിഗ്മ AK 1 മുതൽ 100 വരെ എന്ന് വെച്ചാൽ 3/2 all raised to n minus 1. അതിനെ 1 മുതൽ 100 വരെ ആഡ് ചെയ്യാം. സോ 3/2 all raised to n 1 മുതൽ 100 വരെ ആഡ് ചെയ്താൽ വീണ്ടും GP തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ A ഇൻറ്റു r raised to n. r raised to n എന്ന് വെച്ചാൽ 3/2 all raised to n. n ഇവിടെ 100 ആയിരിക്കും. -1 ഡിവൈഡഡ് ബൈ r minus 1. r minus 1 വെച്ചാൽ 3/2 minus 1. മൈനസ് ഇവിടെ ഒരു 100 ഉണ്ടായിരിക്കും. കാരണം 1നെ നമ്മൾ സിഗ്മ 2 കൊടുത്താൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. 1നെ നമ്മൾ 1 മുതൽ 100 പ്രാവശ്യം വരെ ആഡ് ചെയ്താൽ നമുക്ക് 100 ആയിരിക്കും കിട്ടുക. സോ ഇവിടെ 3/2 minus 1 എന്ന് വെച്ചാൽ 1/2 ആണ്. 1/2 ഈ 2 കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 ഇൻറ്റു 3/2 all raised to 100 minus 1 minus 100 ആണ്. ഈ 3/2 all raised to 100 minus 1 എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ nth ടേം എന്ന് വെച്ചാൽ ഇതാണ്. n-ന് 100 കൊടുത്താണ് 3/2 all raised to 100 minus 1, which means ഇത് 3 ഇൻറ്റു a 100th ടേം minus 100. ഇതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഈ ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. സോ ഇതാണ് 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ തന്നെ പറയാം, നിങ്ങൾ ഈ ഒരു സംഭവത്തിൽ നിന്നും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങളത് ആൻസർ ചെയ്യാൻ പറ്റൂ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 4 times an is equal to this value. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഈ വാല്യൂ എന്താണെന്ന് ചോദിച്ചു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടെലിസ്കോപ്പിംഗ് സീരീസ് ആണ് സംഭവം വരാൻ. സോ 4an is equal to ഇതെന്താണ്? ഈ n² + 5n + 6. വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിമ്പിളാണ്. യെസ്, അത് n + 2 ഇൻറ്റു n + 3 ആണ്. അങ്ങനെയാണെങ്കിൽ an വരാൻ പോകുന്നത് n + 2 ഇൻറ്റു n + 3 ബൈ 4 ആയിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് Sn is equal to സിഗ്മ 1 to n 1/ak ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ 1/ak എന്ന് വെച്ചാൽ എന്താ വരിക? 4/n + 2 ഇൻറ്റു n + 3. അതെന്താ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ നമുക്ക് 1/n + 2 മൈനസ് 1/n + 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ AK 1 to n ആണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താ വരാൻ പോകുന്നത്? 4 നമുക്ക് കോമൺ എടുക്കാം. n-നെ 1 എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 1/3 എന്ന് കിട്ടും. 1/3 മൈനസ് 1/4 പ്ലസ് 1/4 മൈനസ് 1/5. അങ്ങനെ ആഡ് ചെയ്ത് പോയി നമുക്ക് nth ടേം എന്താ വരാൻ പോകുന്നത്? 1/n + 2 മൈനസ് 1/n + 3. ഓക്കെ, ഇതാണ് വരാൻ പോകുന്നത്. സോ ഇത് നമുക്ക് എല്ലാം കൂടി കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്താ വരിക? Sn is equal to 4 ഇൻറ്റു 3 ടേംസ് കട്ടായി പോകും. 1/3 മൈനസ് 1/n + 3. ഇതാണ് വരാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ടേംസും കട്ടായിട്ടുണ്ടാവും. ഈ ടേം കട്ടായി, ഈ ടേം കട്ടായി, ലാസ്റ്റ് ഈ ടേം വരെ കട്ടാവും. ലാസ്റ്റ് ഒരു ടേം മാത്രം ബാക്കി ഉണ്ടായിരിക്കും. യെസ്, അപ്പോൾ ഇതെന്താ സംഭവം? 4n/3 ഇൻറ്റു n + 3. ഇനി നമ്മൾ 507 ഇൻറ്റു ദിസ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ത് ചെയ്താൽ മതി? 507 ഇൻറ്റു S2025. ആ ഇയറും വെച്ച് കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഓക്കെ, സോ 507 ഇൻറ്റു 4 ഇൻറ്റു 2025 ഡിവൈഡഡ് ബൈ n + 3. 3 ഇൻറ്റു n + 3. 3 ഇൻറ്റു n + 3. n + 3 എന്താ വരാൻ പോകുന്നത്? 2028 ആയിരിക്കും. യെസ്,
ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 4 ഇൻറ്റു ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. 2028 എന്ന് വെച്ചാൽ 507 ഇൻറ്റു 4 ആണ്. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ബാക്കി 2025 ഡിവൈഡ് ബൈ 3 ആണ് റൈറ്റ് ആൻസർ. അതെന്താ വരാൻ പോകുന്നത്? 2025 ഡിവൈഡ് ബൈ 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ബാക്കി 22 ഉണ്ട്, 22ലേക്ക് 7 പോകും, ബാക്കി 15 ഉണ്ട്, 5 വരും, 675 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയാൽ, പിന്നെ ടെലിസ്കോപ്പിംഗ് സീരീസ് ആണെന്ന് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത 13th ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് എൻ സൈഡ്സ് ആർ ഇൻ എൻ AP. കോമൺ ഡിഫറൻസ് 6 ആണ്. ലാർജസ്റ്റ് ഇന്റീരിയർ നമുക്ക് അറിയാം 219 ആണ്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചത്. വളരെ സിമ്പിളാണ്. നമുക്കറിയാം സം ഓഫ് ഓൾ ആംഗിൾസ് വരാൻ പോകുന്നത് n-2 ഇൻറ്റു 180 ആണ്. സോ n-2 ഇൻറ്റു 180 ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയാൽ എത്ര ടേംസ് ഉണ്ട് നമുക്കറിയില്ല. സോ n/2 ഇൻറ്റു ഫസ്റ്റ് ടേമും നമുക്കറിയില്ല. ഓക്കെ, എ പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം നമുക്കറിയാം 219 ആണ്. ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു n-2 ഇൻറ്റു 180. ഓക്കെ, ഇനി എ എന്താ നമുക്ക് കിട്ടിയാൽ മതി. നമുക്കറിയാം ലാസ്റ്റ് ടേം വരാൻ പോകുന്നത് 219 അല്ലേ, എന്ന് വെച്ചാൽ എ പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് വെച്ചാൽ ഡി 6 ആണെന്നും നമുക്കറിയാം. ഈസ് ഈക്വൽ ടു 219 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് 6n-6 ഈസ് ഈക്വൽ ടു 219. എ ഈസ് ഈക്വൽ ടു 219 പ്ലസ് 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 225 കിട്ടും. 225 മൈനസ് 6n, ആ വാല്യൂ ഇതിലേക്ക് അങ്ങ് കൊടുത്താൽ മതി. സോ n/2 ഇൻറ്റു 225 മൈനസ് 6n പ്ലസ് 290 ഈസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180. സോ ഇവിടെ എന്ത് കിട്ടും? n/2 ഇൻറ്റു 225 പ്ലസ് 219 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 444 മൈനസ് 6n എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 180n മൈനസ് 360. അതായത് ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 222n മൈനസ് 3n സ്ക്വയർ എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 180n മൈനസ് 360. ഓക്കെ, സോ 3n സ്ക്വയർ പ്ലസ് മൈനസ് ആണ് 222 മൈനസ് 180 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 42 എന്ന് കിട്ടും. 42n മൈനസ് 360 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരാൻ പോകുന്നത്. ഇനി അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് n സ്ക്വയർ മൈനസ് 14n മൈനസ് 120 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നതാണ്. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ -14 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ -20 കിട്ടും. രണ്ട് നമ്പേഴ്സ് -20യും പിന്നെ 6ഉമാണ്. അപ്പോൾ ഇത് എങ്ങനെ എഴുതാൻ പറ്റും? n-2 ഇൻറ്റു n-20 ഇൻറ്റു n+6 എന്ന് കിട്ടും. സോ എൻ്റെ വാല്യൂ ഇവിടെ -6 വരില്ല. സോ 20 ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ. n=20 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആംഗിൾ 219 ഡിഗ്രിയാണ്, അത് 180നെക്കാട്ടും വലുതാണ്. അപ്പോൾ ഇത് ഒരു കോൺകേവ് പോളിഗൺ ആവൂലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. സോ കോൺകേവ് പോളിഗൺ ആണെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 180നെക്കാട്ടി വലിയൊരു ആംഗിളാണ്, ഇത് കോൺകേവ് പോളിഗൺ ആണ്, എന്നാലും നമുക്ക് ഈ വാല്യൂ യൂസ് ചെയ്യാം. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. യെസ്, consider an arithmetic progression of positive integers, okay, whose sum of first 3 terms is 54 and sum of first 20 terms lies between 1600 to 1800. അങ്ങനെയെങ്കിൽ 11th ടേം എന്താണെന്ന് ചോദിച്ചത്. ഓക്കെ, AP-കളെല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്, അത് നമുക്ക് പിന്നെ ആവശ്യം വരും. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഇസ് 54 എന്ന് വെച്ചാൽ എയും a+d-യും പിന്നെ a+2d-യും കൂടി കൂട്ടിയാൽ 54 കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 3a+3d എന്ന് വരും. സോ a+d എന്ന് വെച്ചാൽ 54ൻ്റെ by 3 ആണ്. അതിൻ്റെ മീനിങ് എത്രയാണ്? 18 ആയിരിക്കും.
എ പ്ലസ് ടി എന്ന് വെച്ചാൽ 18 ആണ്. ഇനി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ലൈസ് ബിറ്റ്വീൻ 1600 ആൻഡ് 1800. നമുക്ക് S20 എന്താണെന്ന് നോക്കാം. ഓക്കെ, S20 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 20 ടേംസ്. സോ 10 ഇൻറ്റു 20/2 എന്ന് വെച്ചാൽ 10 ആണ്, ഇൻറ്റു 2a പ്ലസ് 19 ഇൻറ്റു d. ഓക്കെ, ഇനി നമുക്ക് എനെ നമുക്ക് 18 മൈനസ് ഡി ആക്കി എഴുതാം. ഓക്കെ, ആ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10 ഇൻറ്റു 2 ഇൻറ്റു 18 മൈനസ് ഡി എന്ന് വെച്ചാൽ 36 മൈനസ് 2d പ്ലസ് 19d ഉണ്ട്. സോ ഇത് 10 ഇൻറ്റു 36 പ്ലസ് 17d എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ S20. ഡീൻ്റെ ടേംസിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. നേരത്തെ 2 ടേംസ് ഉണ്ടായിരുന്നു, അതിന് പകരം ഇപ്പോൾ നമ്മൾ ഒറ്റ വേരിയബിൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ലൈ ചെയ്യുന്നത് 1600 മുതൽ 1800 വരെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് ഡീൻ്റെ വാല്യൂ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഡീൻ്റെ വാല്യൂ വരാൻ പോകുന്നത്? സോ യെസ്, 10 ഇൻറ്റു 36 പ്ലസ് 17d. ഓക്കെ, ഇത് 1600 മുതൽ 1800 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടിനും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 160 ടു 36 പ്ലസ് 17d ഈസ് 180. രണ്ട് സൈഡിലും 36 കൊണ്ട് മൈനസ് ചെയ്താൽ ഇവിടെ 160നെ 36 കൊണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 124 കിട്ടും. ഓക്കെ, സോ ഇത് 17d. 180 നമുക്ക് 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ 150യിൽ നിന്നും 6 മൈനസ് ചെയ്താൽ 144 വരും. ഇനി 17 ടൈംസ് എ നമ്പർ ഈസ് ബിറ്റ്വീൻ 124 ടു 144. അങ്ങനെയാണെങ്കിൽ ഡീൻ്റെ വാല്യൂ എന്താ വരിക? സോ നമുക്ക് 17 ഇൻറ്റു ഒരു 7 അങ്ങ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9411 എന്ന് കിട്ടും. അതിൻ്റെ തൊട്ട് താഴെയായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് 7 ഇൻറ്റു 8 ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 6, 5, 136 ഇതിൻ്റെ ഇടയിലാണ്. വിച്ച് മീൻസ് ഡി ഈക്വൽ ടു 8 ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ട് 7ഉം 8 ഒക്കെ എടുത്തു എന്ന് വെച്ചാൽ നമുക്കറിയാം AP പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെന്ന് നമുക്കറിയാം. വിച്ച് മീൻസ് അതിൻ്റെ കോമൺ ഡിഫറൻസ് എപ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കും. സോ 7, 8 അങ്ങനെയൊക്കെ ആയിരിക്കും നമ്പേഴ്സ് വരിക. ഓക്കെ, സോ ഡീൻ്റെ വാല്യൂ 8 കിട്ടിയാൽ നമുക്കറിയാം A പ്ലസ് ടി 18 ആണ്, എൻ്റെ വാല്യൂ 10 ആണ്, ഡീൻ്റെ വാല്യൂ 8 ആണ്. അങ്ങനെയാണെങ്കിൽ 11th ടേം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ 11th ടേമും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. A11 ഈസ് ഈക്വൽ ടു A പ്ലസ് 10d. അപ്പോൾ A എന്താ വരിക? 10 അല്ല വരിക. 10 പ്ലസ് 10 ഇൻറ്റു 8, ആൻസർ 90 ആയിരിക്കും. 90 എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനാണ്, അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, എന്നാൽ നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല. യെസ്, പക്ഷേ ഇത് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ കാര്യമായിട്ട് ഒരു സംഭവം അറിഞ്ഞിരിക്കാനുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതും ഒരു കാര്യം നോക്കുക, ഇവിടെ ഇൻഫിനിറ്റി വരെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആഡ് ചെയ്ത് പോകും. ടെലിസ്കോപ്പിംഗ് സീരീസ് തന്നെയാണ് ഇതും വരാൻ പോകും. ഇതെങ്ങനെ ടെലിസ്കോപ്പിംഗ് സീരീസ് ആയി എന്ന് വെച്ചാൽ ഈ സംഭവം ഇവിടെ 6, 11, 5 എന്നൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. 6 എന്ന് വെച്ചാൽ 1 + 2 + 3 ആണ്. നമ്മൾ ഇതിപ്പോൾ ഒരു ക്യൂബിക് പോളിനോമിയൽ അല്ലേ? ക്യൂബിക് പോളിനോമിയലിൻ്റെ നമുക്ക് 3 റൂട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ 3ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 6/1 കിട്ടും. 3ഉം കൂടി AB + BC + CD കണ്ടുപിടിച്ചാൽ 11/1 കിട്ടും. 3ഉം കൂടി ആഡ് ചെയ്താൽ ഒരു നമ്പർ കിട്ടും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ K+1 ഇൻറ്റു K+2 ഇൻറ്റു K+3. ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? KQ + 6K² + 11K + 6 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷെ ഇവിടെ 5 ആണ്, വിച്ച് മീൻസ് നമുക്ക് ഇവിടെ ഒരു -1. ഇതാണ് ഈ സംഭവം. ഇതിങ്ങനെയൊന്ന് കിട്ടിയാൽ പിന്നെ ആൻസർ ഭയങ്കര സിമ്പിളായിരിക്കും. ഓക്കെ, ഇനി നമുക്കത് കണ്ടുപിടിക്കാം. സോ ലിമിറ്റ് ഓക്കെ, സോ nth ടേം വരാൻ പോകുന്നത് എന്തായിരിക്കും? ഓക്കെ, kth ടേം വരാൻ പോകുന്നത് K+1 ഇൻറ്റു K+2 ഇൻറ്റു K+3 -1 ഡിവൈഡഡ് ബൈ K+3 ഫാക്ടോറിയൽ. ഇതെന്താ വരിക? ഇവിടെ നമുക്ക് ഈ ടേംസിന് നമുക്ക് K+3 ഫാക്ടോറിയലും ഡിവൈഡ് ചെയ്താൽ K+3യും K+3 ഫാക്ടോറിയലും കട്ട് ചെയ്യാണ്ട് ഇത് K+2 ഫാക്ടോറിയലും
അതും ഇതും കട്ട് ചെയ്യുന്നത് കെ പ്ലസ് 1 ഫാക്ടോറിയലും അതും ഇതും കട്ട് ചെയ്യുന്നത് 1/k ഫാക്ടോറിയലാണ്. ഓക്കെ, മൈനസ് ഈ ടേം ഇവിടെ 1/k + 3 ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇതങ്ങ് സം ചെയ്ത് പോയാൽ മതി. വിച്ച് മീൻസ് നമുക്ക് എസ് ഇൻഫിനിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ ചെയ്യുക, ഫസ്റ്റ് ടേം എടുക്കാം. എന്താ വരാൻ പോകുന്നത്, 1/1 ഫാക്ടോറിയൽ മൈനസ് 1/4 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ മൈനസ് 1/5 ഫാക്ടോറിയൽ. അടുത്ത് 1/3 ഫാക്ടോറിയൽ മൈനസ് 1/6 ഫാക്ടോറിയൽ. അടുത്തത് 1/4 ഫാക്ടോറിയൽ മൈനസ് 1/7 ഫാക്ടോറിയൽ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതിൽ കട്ടാവുന്ന ടേംസ് എന്താണെന്ന് വെച്ചാൽ ഈ ടേമും കട്ടായി പോകും. അങ്ങനത്തെ മുന്നേ വരുന്ന ടേംസിൽ നിന്ന് നോക്കിയാൽ ഈ ടേമും പിന്നെ വേറെ ഏതോ ടേം കട്ടായി പോകും, ഈ ടേമും വേറെ ഏതോ ടേം കട്ടായി പോകും, ഈ ടേം കട്ടായി പോകും. നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താണെന്ന് വെച്ചാൽ 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ. ലാസ്റ്റ് ടേം 0 ആയിരിക്കും, കാരണം ഇൻഫിനിറ്റി വരെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അത് നെഗ്ലിജിബിൾ ആണ്, ഇഗ്നോർ ചെയ്യാം. സോ 1 + 1/2 + 1/6 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. അഥവാ 6 + 3 + 1 / 6, അതായത് 9/6 ആണ്. ഓക്കെ, 10/6, സോറി മാറിപ്പോയി. 10/6 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. അഥവാ 5/3 ആയിരിക്കും റൈറ്റ് ആൻസർ. 4th ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനെ എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് നമുക്ക് കുറേ കെട്ടി പറഞ്ഞിരിക്കേണ്ടി വരും. ഓക്കെ, അതെങ്ങനെയാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആൻസർ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇതും അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ A1 A2 A3 A2024. ഓക്കെ, ഡിജിറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. യെസ്, നിങ്ങൾ അടുത്ത ഏത് ഇയർ ആണ് നിങ്ങൾ ജെയിമീൻസ് എഴുതാൻ പോകുന്നത്, ആ ഒരു വർഷം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി ഈ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ഓക്കെ, ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ ഇതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സം ഓഫ് S2024 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആഡ് ചെയ്യാം, നേരത്തെ ചെയ്താൽ അതേപോലെ തന്നെ. ഇതെന്താ സംഭവം എന്ന് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ ആ സാധനം മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ. സോ S2024 ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ സംഭവം, 2024 / 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ആ ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ A1 ആണ്. A പ്ലസ് 2A പ്ലസ് n - 1 d 2A പ്ലസ് 2023d. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളതെന്ന് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് ടേം A1 ആണ്. A എന്ന് നമുക്ക് A എന്ന് തന്നെ കൊടുക്കാം. ഇവിടെ 5 മുതൽ 20 വരെ ഇത് വേറൊരു AP ആണ്. ഓക്കെ, ഇവരുടെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ 5D ആണ് കോമൺ ഡിഫറൻസ് വരിക. ഓക്കെ, 5D ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് വരാൻ പോകുന്നത്. ഫസ്റ്റ് ടേം A + 4D ആണ്. അങ്ങനെയെങ്കിൽ ഇത് എത്ര ടേംസ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഇവിടെ 1 2 3 എന്ന് വെച്ചാൽ ഈ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ 2020നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 404 ആയിരിക്കും. വിച്ച് മീൻസ് ഇത് 404 ടേംസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. A + 404 / 2 ഇൻറ്റു ഫസ്റ്റ് ടേം 2 ഇൻറ്റു ഫസ്റ്റ് ടേം വരാൻ പോകുന്നത് A + 4D ആയിരിക്കും. സോ A + 4D പ്ലസ് n - 1 ഇൻറ്റു D വരും. n 404 ആണ്, അപ്പോൾ 403 ഇൻറ്റു D. D എന്താ വരാൻ പോവുക, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ 5D ആണ് കോമൺ ഡിഫറൻസ്. സോ ഇൻറ്റു 5D. ഇതാണ് 22. സോറി, അതിൻ്റെ കൂടെ നമുക്ക് ഒരു വാല്യൂം കൂടി ആഡ് ചെയ്തുകൊണ്ട് അതെന്താ വരിക, അത് ഈ ടേമാണ്. അത് A + 2023D ആയിരിക്കും. ഓക്കെ, ഇതാണ് 2233 നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇനി നമുക്കിതിനൊന്ന് ശരിയാക്കി എഴുതാം. ഓക്കെ, സോ A + 404 / 2. ഓക്കെ, ഇത് 202 ആണ്. സോ ഇത് 2A +
8d പ്ലസ് 403 ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 5 ഇൻറ്റു ഇവിടെ 1 വരും, ഇവിടെ 20 വരും. ഓക്കെ, യെസ് 20 വരും. ഈ 3 ഉണ്ട്, 2015d പ്ലസ് a പ്ലസ് 23d is equal to 2022 33. സോ എയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 2a എന്ന് കിട്ടും. ഇവിടെ 2023d ഉണ്ട്, പ്ലസ് 202 ഇൻറ്റു ഇവിടെ 2a പ്ലസ് എന്തായി 8dയും 2015d കൂടി ആഡ് ചെയ്താൽ 2023d ആയി. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ 2a പ്ലസ് 2023 ഉണ്ട്, ഇവിടെ 2a പ്ലസ് 2023 ഉണ്ട്, അതിനും കൂടി ആഡ് ചെയ്താൽ 203 ഇൻറ്റു അത്രയാവും. സോ 203 ഇൻറ്റു 2a പ്ലസ് 2023d. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് നല്ല ഐഡിയ ഉണ്ട്, ഇത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ അതെന്താ വരാൻ പോകുന്നത്? ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ആൻസർ മാത്രം നമുക്ക് ഇവിടെ എഴുതിയേക്കാം. ഫൈനൽ ആൻസർ ഇല്ല, സോറി. S24 നമുക്ക് ഫൈനൽ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. അതെന്തായിരുന്നു? 2024/2. അത് ബൈ 2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 1012 ആയിരിക്കും. ഇൻറ്റു ഈ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? 2023 ഡിവൈഡ് ബൈ 203. 2233 ഡിവൈഡ് ബൈ 203. ഓക്കെ, സോ 1012 ഇൻറ്റു ഇതെന്താ സംഭവം? ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ 203നെ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. 302 302 2233 എന്ന് വെച്ചാൽ ഇത് 11 ആണെന്നാണ് മീനിങ്. ഇനി നമുക്ക് ഇതിനെ 11 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2101 2101 11132 ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, വലിയൊരു ന്യൂമറിക്കലാണ്, പക്ഷെ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. യെസ്, സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് എഴുതാം, എന്നിട്ട് പിറകോട്ട് ചെയ്യാം. പിറകോട്ട് ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടും. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസിൽ 2025 ചോദിച്ചിട്ടുള്ള എല്ലാ ജെയ്മെൻസ് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മളെല്ലാ ഷിഫ്റ്റും കവർ ചെയ്തിട്ടുണ്ട്. സോ ജെയ്മെൻസ് ചോദിച്ചിട്ടുള്ള സീക്വൻസ് ആൻഡ് സീരീസിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയാണ്. ഓക്കെ, അത് ഈ ഇയറിനെ പ്രിപ്പയർ ചെയ്യുന്നവരും അടുത്ത ഇയറിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ട്രൈ ചെയ്യാവുന്ന ഒന്ന് എന്താ സംഭവം എന്നൊക്കെ നോക്കാനുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അടുത്ത നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആയിരിക്കും കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ബൈ ബൈ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.